നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വാർത്താമഴ തുടങ്ങുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അട്ടിമറിയിൽ രൂക്ഷമായി പ്രതികരിച്ച് അതിജീവിത. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവമുണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിചാരണ കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും അതിജീവിത തുറന്നടിക്കുന്നു. നടന്നത് ശക്തമായ നിയമലംഘനമെന്ന് WCC പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കോടതിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം അതിജീവിതയ്ക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇത് ലഭിച്ചതിന് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണം ഉണ്ടായത്. കോടതിയിൽ പോലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ലെന്നും കോടതിയിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തനിക്ക് മുറിവേറ്റപ്പോൾ അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് തനിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്നും അതിജീവിത കുറ്റപ്പെടുത്തുന്നു. അതേസമയം സത്യസന്ധരായ ന്യായാധിപരുടെ കാലം അവസാനിച്ചെന്ന് കരുതുന്നില്ലെന്നും നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന തലക്കെട്ടിൽ എഴുതിയ കുറിപ്പിൽ അതിജീവിത വ്യക്തമാക്കി. ഇതിനിടെ കേസിൽ ആക്രമണത്തിനിരയായ നടിയെ പിന്തുണച്ച ഉമാ തോമസ് MLA അടക്കം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടെ ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പൽ പിടിച്ചെടുത്ത ഇറാൻ റവല്യൂഷണറി ഗാർഡ് UAE-യിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ച MCS ഏരീസ് എന്ന കപ്പലാണ് ഹോമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ പിടിച്ചെടുത്തത്. കപ്പലിലെ 25 ജീവനക്കാരിൽ 17 പേർ ഇന്ത്യക്കാരാണ്. പ്രകോപനമുണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രതികരണം. ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് സംഭവം. UAE-യിൽ നിന്ന് മുംബൈ നാവസേവാ തുറമുഖത്തേക്ക് വരികയായിരുന്നു MSC ഏരിസ്. UAE-യുടെ തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപം ഹോർമിസ് കടലിടുക്കിൽ വെച്ച് ഹെലികോപ്റ്ററിലെത്തിയ ഇറാൻ റവല്യൂഷണറി ഗാർഡ് സംഘം കപ്പൽ പിടികൂടി. സമുദ്രാതിർത്തി ലംഘിച്ചെന്നാണ് ആരോപണം. കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 25 ജീവനക്കാരുണ്ടെന്ന് ഇറ്റാലിയൻ ഷിപ്പിംഗ് കമ്പനിയായ MSC സ്ഥിരീകരിച്ചു. 4 ഫിലിപ്പീനുകളും 2 പാകിസ്ഥാനികളും റഷ്യ, എസ്റ്റോണിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമാണ് മറ്റുള്ളവർ. കോഴിക്കോട്, പാലക്കാട് സ്വദേശികളുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. ഇന്ത്യക്കാരുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ഇറാനിയൻ അധികൃതരുമായി വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ടതായാണ് സൂചന. ഇസ്രയേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഡിയാക് മാരിടൈമുമായി ബന്ധമുള്ളതാണ് MSC ഏരീസ്. ഇറാൻ പെരുമാറുന്നത് കടൽ കൊള്ളക്കാരെ പോലെയാണെന്നും പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. ഈ മാസം 3 സിറിയയിലെ ദമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധഭീതി രൂക്ഷമായത്. ഇസ്രായേലിലും ഇറാനിലുമുള്ള പൗരന്മാർക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ്നാട്ടിൽ വൻ സ്വർണ്ണവേട്ട. ശ്രീപെരുമ്പത്തൂരിൽ 1425 കിലോ സ്വർണ്ണക്കട്ടികൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടി. അനീഷ് K. ശിവദാസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഇതിൻ്റെ ഒരു കിലോ കണക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ അമ്പരക്കുകയാണ്. യഥാർത്ഥത്തിൽ എത്ര കിലോ സ്വർണമാണ് പിടിച്ചത്? എന്താണ് സംഭവം? തീർച്ചയായും സ്മിത, 1425 കിലോഗ്രാം ഗോൾഡ് ബാൾസ് ആണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് പിടികൂടിയത്. ഏകദേശം 700 കോടിയോളം രൂപ വിപണിയിൽ വിലയിരുന്ന സ്വർണമാണ് പിടിച്ചെടുത്തത്. ശ്രീപെരുമ്പത്തൂരിലെ ജ്വല്ലറി ഗോഡൌണിലേക്കുള്ള സ്വർണമാണ് ഇതെന്നാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പറയുന്നത്. എന്നാൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മതിയായ രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡ് ഈ സ്വർണം പിടികൂടി റവന്യൂ വകുപ്പിനെ ഏൽപ്പിച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തൊട്ടാകെ, തമിഴ്നാട്ടിലൊട്ടാകെ വലിയ പരിശോധനകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡും ആദായ നികുതി വകുപ്പ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ തരത്തിൽ വലിയൊരു വൻ സ്വർണ്ണവേട്ട തന്നെ ഉണ്ടായിരിക്കുന്നത്. രേഖകൾ ഹാജരാക്കിയതിനു ശേഷം, ബോധ്യപ്പെട്ടതിനു ശേഷം മാത്രമായിരിക്കും ഈ സ്വർണം സംബന്ധിച്ച് ഉടമകൾക്ക് വിട്ടുകൊടുക്കുക അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഇന്ന് നേരത്തെ നടത്തിയ പരിശോധനയിൽ 4 കോടി, ഏകദേശം 3.82 കോടിയോളം രൂപ സമാനമായ രീതിയിൽ പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്തുടനീളം വ്യാപക പരിശോധനയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കാൻ തന്നെയാണ് ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനം. ശരി, തമിഴ്നാട്ടിൽ വൻ സ്വർണ്ണവേട്ട എന്ന വാർത്തയാണ് വരുന്നത്. ശ്രീപെരുമ്പത്തൂരിൽ 1425 കിലോ സ്വർണ്ണക്കട്ടികൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടികൂടുകയായിരുന്നു. അനീഷ് K. ശിവദാസാണ് ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് ധനസമാഹരണം ലക്ഷ്യം കണ്ടത് 24-നും അഭിമാന നിമിഷമാണ്. സന്തോഷം പങ്കുവയ്ക്കാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ കോഴിക്കോട് ഫറൂഖിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബ വീട്ടിലെത്തി. ജയിലിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ട അബ്ദുൾ റഹീമിന്റെ ശബ്ദം 24-ലൂടെ ലോകം കേട്ടു. ധനസമാഹരണത്തിന് 24 ക്യാമ്പയിൻ നടത്തിയിരുന്നു. ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നേരിട്ടറിയിക്കാനാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഫറൂഖിലെ വീട്ടിലെത്തിയത്. ഒരാഴ്ച മുമ്പ് നിറകണ്ണുകളോടെയാണ് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ ഫാത്തിമ ഉമ്മ എത്തിയത്. ഇന്ന് ആ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഫറൂഖിലെ വീട്ടിലെത്തി ഉമ്മയെ കാണും വരെ 24 ഒപ്പമുണ്ടാകുമെന്ന് ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. നമ്മുടെ ജിദ്ദയിലുണ്ടായിരിക്കുന്ന സമിതിയുടെ ചെയർമാൻ ആലിംഗിൽ മുഹമ്മദ് സാർ, അദ്ദേഹം നമ്മുടെ 24ന്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ റഹീമിനെ ഉമ്മയുടെ അടുത്തെത്തിയിട്ടേ നമ്മൾ നിന്ന് പിൻവാങ്ങുന്നതാണ്. എത്ര ആഴ്ചയായാലും 2 മാസം അവിചാരിതമായി സൗദിയിലെ ജയിലിൽ നിന്നും അബ്ദുറഹീമിന്റെ ഫോൺ കോൾ. തന്നെ സഹായിച്ചവരോടുള്ള അകമഴിഞ്ഞ നന്ദി റഹീം 24-ലൂടെ പങ്കുവച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവർ എല്ലാവർക്കും ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം, ഉമ്മ കേട്ടോണ്ടിരിക്കുക. ഇത് ഞാൻ വിളിക്കാം ഉമ്മാനെ, നിന്റെ ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രവർത്തിക്കും. കഴിക്കാൻ വേണ്ടി റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിംഗൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. 18 വർഷം മകനെ കാത്തിരുന്ന വേദന ഒരമ്മയ്ക്ക് മാത്രമേ മനസ്സിലാകൂ എന്ന് ഫാത്തിമ ഉമ്മയെ കാണാനെത്തിയ ഉഷാ ശ്രീകണ്ഠൻ നായരും പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കും, ഈ 18 വർഷം അമ്മ എങ്ങനെ തള്ളി നീക്കിന്ന്. ഓരോ നിമിഷവും ഒരമ്മയ്ക്ക് മാത്രമേ ആ വേദന അറിയൂ. ശരിക്കും എനിക്കൊന്നും പറയാനില്ല. അസാധ്യമെന്ന് തോന്നുന്ന കാര്യമാണ് മലയാളികൾ തോളോട് തോൾ ചേർന്ന് സാധ്യമാക്കിയതെന്ന് 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. മലയാളികളുടെ സ്നേഹം, ഇത്തരം കാര്യത്തിലുള്ള ഐക്യം, ഇതൊക്കെയാണ് ശരിക്കും ഒരു റിയൽ കേരള സ്റ്റോറി ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതും എടുത്തു കാണിക്കേണ്ടതും. ഈ പൈസ സമാഹരിക്കാനുള്ള വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് 6 മാസം സമയമാണ് അതിന് കൊടുത്തിരുന്നത്. ആ സമയത്ത് ആ 6 മാസമാണ് ഏപ്രിൽ 16-ാം തീയതി തീരാൻ പോകുന്നത്. സമാഹരിച്ച 34 കോടി രൂപ സൗദിയിൽ റഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച ബാലന്റെ കുടുംബത്തിന് കൈമാറും. ഇതിനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. തിങ്കളാഴ്ച എംബസി ഉദ്യോഗസ്ഥരും ജനകീയ കൂട്ടായ്മ പ്രതിനിധികളും അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവിഭാഗവും കോടതിയെ സമീപിക്കും. കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിട്ട ശേഷം പണം കൈമാറും. നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ 2 മാസമെങ്കിലും സമയമെടുക്കും. 24 കോഴിക്കോട്. നാളെ വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കണിക്കൊന്ന ചൂടി മേടം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി. വിഷുക്കാലത്ത് പടക്ക വിപണിയും സജീവമാണ്. വിഷുവിപണികളിലും പുതുമയുടെ കാലമാണ്. പച്ചക്കറിയും കണിസാധനങ്ങളുമൊക്കെ വാങ്ങാൻ നഗരത്തിലെമ്പാടും ആൾ തിരക്ക്. പടക്കങ്ങൾക്കും വിഷുക്കാലത്ത് ഡിമാൻഡ് ഏറെ. തിരുവനന്തപുരം പൂഴിക്കുന്നിലെ ആശാന്റെ കടയിൽ വിഷുവിനായി എത്തിയിരിക്കുന്നത് പുതുമ നിറഞ്ഞ പടക്കങ്ങൾ. ഇവ ഒരുക്കുന്നതാകട്ടെ വർണ്ണവിസ്മയങ്ങളുടെ പൂക്കാലം. മയിൽപീലിക്കാഴ്ച ഒരുക്കുന്ന പീകോക്ക്, ട്രഡീഷണൽ ഡാൻസ്, ബാറ്റ് ആൻഡ് ബോൾ തുടങ്ങിയ വൈവിധ്യങ്ങളുടെ വലിയ നിരയുണ്ട് പൂഴിക്കുന്നിൽ. ഇത് തോക്ക്, ഇത് ബാറ്റ്, ഇത് രണ്ടും കൊച്ചുകുട്ടികൾ പോലെയാണ്. കയ്യിൽ വെച്ച് കത്തിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. കൊച്ചുകുട്ടികൾക്ക് ബാറ്റും അതുപോലെ തന്നെ ഇവിടെ കത്തിക്കുന്നത്. വീട്ടിൽ പിടിച്ചാൽ മതി, വേറെ ഒന്നും സംഭവിക്കില്ല. എല്ലാം 100 രൂപ ആ റേഞ്ച് തന്നെയല്ല. ഇത് കലത്തിൻ്റെ വേറൊരു മോഡല്. പിന്നെ ഇതിൽ തന്നെ 4-5 ഐറ്റം ഉണ്ട്. ഈ കമ്പിത്തിരി എന്ന് പറഞ്ഞത്
നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെടി കേൾക്കുന്നതാണ്, സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ ദേഹത്തൊന്നും വീണാൽ മുടി പോലും കരിയില്ല. പിന്നെ ഉള്ളത് മിസിൽ റോക്കറ്റ്, ഇത് പൂവുന്നലാവ് പോലെ വീഴുന്ന കമ്പിത്തിരി, പുതിയ ഐറ്റമാണ്. പടക്കം പൊട്ടിച്ചാഘോഷിക്കുന്ന വിഷു തെക്കനില്ലെങ്കിലും അന്യജില്ലക്കാർ ധാരാളമായി എത്തുന്നുണ്ട്. വിഷുവിന് മാത്രമായല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പടക്കങ്ങൾ മുന്നിൽ തന്നെ. ദൂരം നിന്നുള്ള ആൾക്കാരാണ് ഒന്ന് വാങ്ങിക്കുന്നത്. തിരുവനന്തപുരം ജില്ലക്കാർ കുറവാണ് വാങ്ങിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലും ട്രാൻസ്പോർട്ടിലും റെയിൽവേയിലൊക്കെ ജോലി ചെയ്യുന്ന അതായത് എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയയിൽ നിന്ന് കൂടുതലൊന്നും പടക്കം കഴിഞ്ഞ വർഷത്തെക്കാണ്ട് ഇപ്രാവശ്യം കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും. ശബ്ദത്തിന്റെ ആഘോഷം കൂടിയാണ് വിഷു. വില അല്പമൊന്ന് കടുത്താലും പടക്കമില്ലാതെ എന്ത് വിഷു? അഭിലാഷ് തൊഴുവൻകൂടിനും യദുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24, തിരുവനന്തപുരം. പ്രതിഷേധം ശക്തമായതോടെ തൃശൂർ പൂരം ആന എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് തിരുത്താൻ നടപടി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ സർക്കുലർ തിരുത്താൻ വനം മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തി പുതിയ സർക്കുലർ ഇറക്കാനാണ് നിർദ്ദേശം. സർക്കാർ ഇടപെടലോടെ പൂരം നടത്തിപ്പിനുള്ള പ്രതിസന്ധി അവസാനിച്ചതായി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരത്തിന് കൊടിയേറുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുള്ള ഉത്തരവ് ദേവസ്വങ്ങൾക്ക് ലഭിക്കുന്നത്. പ്രതിഷേധം ശക്തമായതോടെ റവന്യൂ മന്ത്രി K. രാജൻ ഇടപെട്ടു. ഉത്തരവ് തിരുത്തുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ പ്രഖ്യാപിച്ചതോടെ ആശ്വാസം. വിവിധ ദേവസ്വം ബോർഡുകൾ കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്, പൊതുസമൂഹം കാണിച്ചിട്ട് ഉത്കണ്ഠയുണ്ട്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. ആനകളുടെ 50 മീറ്റർ ചുറ്റളവിൽ മേളക്കാർ ഉൾപ്പെടെ ആൾക്കൂട്ടം പാടില്ലെന്ന നിബന്ധനയായിരുന്നു പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത്. എന്നാൽ സർക്കാർ ഇടപെടലിൽ തിരുത്തൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതോടെ നടപടിയിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ദേവസ്വങ്ങൾ. ആശങ്ക എല്ലാം തീർന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ റവന്യൂ മന്ത്രി നമ്മളോടിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും സർക്കാരിൻ്റെ കയ്യിൽ നിന്നുണ്ടാവും. അപ്പോൾ ഒന്നുകൊണ്ടും ആശങ്കിക്കേണ്ട എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും വളരെയധികം ആശ്വാസത്തിലാണ്. നിർദ്ദേശം പിൻവലിച്ചില്ലെങ്കിൽ ആനകളെ വിട്ടുനൽകില്ലെന്ന് നിലപാടെടുത്ത ആന ഉടമകളും ഒടുവിൽ അയഞ്ഞു. അങ്ങനെ പ്രതിസന്ധികളില്ലാതെ തൃശൂർ പൂരത്തിനൊരുങ്ങി. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കിയുള്ള പൂരമാകും ഇക്കുറിയും നടക്കുക. 24 തൃശൂർ. തൃശൂർ പൂരത്തിന് കൊടിയേറി. തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. രാത്രി നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ കൂടി കൊടി ഉയർത്തുന്നതോടെ എല്ലാ കടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് പൂർത്തിയാകും. ഇനി കണ്ണും കാതും തൃശ്ശൂരിലേക്കാണ്. പൂരങ്ങളുടെ പൂരത്തിന് ഇനി 5 ദിവസം. ഇന്ന് ഒരു പൂരക്കാലത്തിനു കൂടി തൃശൂർ കൊടിയേറ്റി. നൂറുകണക്കിന് പൂരപ്രേമികളെ സാക്ഷിയാക്കിയായിരുന്നു കൊടിയേറ്റം. തൃശൂർ പൂരത്തിന്റെ ഘടകക്ഷേത്രങ്ങളിലൊന്നായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തുടർന്ന് തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റ് നടന്നു. 11:30 തിരുവമ്പാടിയിൽ തട്ടകക്കാർ ചേർന്ന് കൊടിമരം ഉയർത്തി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും പൂരപ്രേമികളും ഒഴുകിയെത്തി ഇന്നത്തെ കൊടിയേറ്റം എന്ന ഈ ആഘോഷം അതിമനോഹരമാക്കി. ഇന്ന് തൊട്ട് തുടങ്ങി ഇനി പൂരം കഴിഞ്ഞ് ഇവിടെ ഉത്തരമുളക്കം കഴിഞ്ഞ് കൊടിയേറ്റം സമാപിക്കുന്നവരെ എല്ലാവരും ഈ പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ്. ശേഷം 12 മണിയോടെ പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരം കൊടിയേറിയതോടെ തൃശൂർ നഗരം പൂർണ്ണമായും പൂരാവേശത്തിലേക്ക് കടന്നു. 17-ന് വൈകിട്ടാണ് സാമ്പിൾ വെടിക്കെട്ട്. 19-നാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം. വലിയ ആവേശത്തിലാണ് തൃശൂർ ഉള്ളത്. തൃശൂരിൽ നിന്നും സൂരജ്, 24. തെരഞ്ഞെടുപ്പിന് ഇനി 13 ദിവസം മാത്രം ബാക്കി. പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മാസപ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് MM ഹസൻ. BJPക്കെതിരെ മുഖപത്രമായ ദീപികയിലെ ലേഖനത്തിലൂടെ സിറോ മലബാർ സഭ പരോക്ഷ വിമർശനം ഉന്നയിച്ചു. മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കോൺഗ്രസും BJPയും ഒരുപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഭരണനേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും
തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അപ്പം നിങ്ങൾ കോൺഗ്രസിനെതിരായി, രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. BJPക്കെതിരെയുള്ള സിറോ മലബാർ സഭയുടെ പരോക്ഷ വിമർശനം ദീപികയിലെ ലേഖനത്തിലാണുള്ളത്. കത്തോലിക്ക സഭയുടെ പേര് പറഞ്ഞ് വർഗീയതയുടെ വിഷം വിളമ്പാൻ ആരും ഇലയിടേണ്ടെന്ന് മുഖപ്രസംഗം. കേരളത്തിൽ ലവ് ജിഹാദ് ഒരു വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി. It is not BJP which brought out the word love jihad. It is Mar Joseph Kalana Gatta. He was the first one to mention this word. Joseph Palampalani. He's the one. These are the two people who spoke about love jihad. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീസൺ ഒരു പതാകയും വേണ്ട എന്നുള്ളതാ. ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് നടക്കുന്ന UDF മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. 15, 16 തീയതികളിൽ വയനാട് നിയോജകമണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. 24 തിരുവനന്തപുരം. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ UDF പ്രവർത്തകരുടെ അതിക്രമം. വടകര മണ്ഡലത്തിലെ മുയിപ്പോത്ത് ടൗണിൽ ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിനിടെയാണ് സംഭവം. പൊതുസ്ഥലത്ത് സ്ഥാപിച്ച കൊടിതോരണങ്ങൾ മാറ്റാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് കയ്യേറ്റമുണ്ടായത്. പേരാമ്പ്ര സ്ക്വാഡിലെ 4 ഉദ്യോഗസ്ഥരെയാണ് പ്രവർത്തകർ മർദ്ദിച്ചത്. നേതാക്കൾ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. പരാതി ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും മേപ്പയൂർ പോലീസ് അറിയിച്ചു. കൊല്ലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം സമഗ്രമായി പരിശോധിക്കുന്ന വേദിയായി 24ന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംവാദം. ഇവിടെ രാഷ്ട്രീയം പറയാം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വികസന രാഷ്ട്രീയ അടിസ്ഥാന വിഷയങ്ങളും ചർച്ചയായി. ഇമേജുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. വികസനം തന്നെയായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ചർച്ചയിൽ 3 മുന്നണികളും മുന്നോട്ട് വെച്ചത്. ചർച്ചയിൽ LDF-നായി CPM ജില്ലാ സെക്രട്ടറി അംഗം S ജയമോഹനും UDF-ന് വേണ്ടി KPCC അംഗം ജ്യോതികുമാർ ചാമക്കാലയും NDA-ക്ക് വേണ്ടി BJP ജില്ലാ അധ്യക്ഷൻ BV ഗോകുമാറും പങ്കെടുത്തു. 7.5 കൊല്ലം കൊണ്ട് 1748 കോടി രൂപയുടെ വികസനം മുകേഷ് നടപ്പിലാക്കി. 80 സീറ്റുള്ള ഒരു ബോഗിയിൽ 250 പേർക്ക് ടിക്കറ്റ് കൊടുത്ത് വിട്ടിട്ട് അതാണോ വികസനം? ASF-ലെ ഏജന്റുമാർക്ക് 3 തവണ അടച്ചെങ്കിലേ കമ്മീഷൻ തീർത്തുള്ളൂ. ഈ 3 രാഷ്ട്രീയ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്, ഈ ആട്ടോയിൽ പോണ്ട 4 MP-മാരെ വേണോ, അതോ ടെമ്പോയിൽ പോണ്ട 20 MP-മാരെ വേണോ, ഒരു ട്രെയിനകത്ത് പോണ്ട 400 MP-മാരെ വേണോന്ന് ഈ പൊതുജനങ്ങൾ തീരുമാനിക്കണം. കശുവണ്ടി മേഖലയിലെ പുനരുദ്ധാരണവും തീരദേശ മേഖലയിലെ പ്രതിസന്ധികളും കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സംബന്ധിച്ച ചോദ്യങ്ങളും ചർച്ചയിലുണ്ടായി. മണ്ഡലത്തിലെ വികസനം MP-യുടെ നേട്ടമെന്ന് UDF അഭിപ്രായപ്പെട്ടു. 11,188 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു MP-യാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. 24x7 എന്ന് പറയുന്ന വികസന രേഖ തന്നെ 10-70 പേജുള്ള വികസന രേഖ പ്രസിദ്ധീകരിച്ചത് തന്നെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയിട്ടുള്ള കണക്കുകളെ സംബന്ധിച്ച് LDF-നോ BJP-ക്കോ ഒരു വിമർശനം പോലും ഉന്നയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വികസനം വാക്കുകളിൽ മാത്രമെന്ന് LDF ആരോപിച്ചു. അദ്ദേഹത്തിന്റെ 10 വർഷവും അതിനു മുമ്പ് കോൺഗ്രസ് പ്രതിനിധിയായിരുന്ന മിസ്റ്റർ പീതാംബരക്കുറുപ്പിന്റെ 5 വർഷവും നമ്മുടെ ജില്ലയ്ക്ക്, നമ്മുടെ മണ്ഡലത്തിന് വട്ടപൂജ്യമായിരുന്നു. പാർവതി മില്ലിന്റെ UTUCയുടെ പ്രസിഡന്റ് മിസ്റ്റർ പ്രേമേന്ദ്രനാണ്. അടച്ചുപൂട്ടപ്പെട്ട് വഴിയാധാരമാക്കി മാറ്റിയതാണോ വികസനത്തിന്റെ നേട്ടം? കൊല്ലത്ത് മോദി പ്രഭാവം ഓട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഭാരതത്തിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അവരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ധനസഹായം എത്തിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. കിസാൻ സമ്മാൻ നിധി ഭാരതത്തിലെ കർഷകർ അവരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ എത്തുന്നു. കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ നടന്ന സംവാദം 24 സീനിയർ ന്യൂസ് എഡിറ്റർ അഞ്ജു രാജേഷ് നയിച്ചു. 24 കൊല്ലം. 10 വർഷത്തെ കാര്യമാണ്. 4 സംസ്ഥാനങ്ങളിലെ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് ചണ്ഡീഗഡ്, ഗുജറാത്ത്, ഒഡീഷ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ മണ്ഡലങ്ങളിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടികയിൽ പ്രമുഖരാരെല്ലാമുണ്ട്?
സ്മിത, ഗുജറാത്തിലെ 4 സീറ്റുകളിലും ഒഡീഷയിലെ 9 സീറ്റുകളിലെയും ഹിമാചൽ പ്രദേശിലെ 2 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സീറ്റുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹിമാചൽ പ്രദേശിലെ മണ്ഡി മണ്ഡലത്തിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശ് മണ്ഡിയിൽ നിലവിൽ സംസ്ഥാന മന്ത്രിയായ വിക്രമാദിത്യ സിംഗിനെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. BJP-യുടെ സ്ഥാനാർത്ഥി സിനിമാ താരം കൂടിയായ കങ്കണ റണൌട്ടാണ്. കങ്കണ റണൌട്ടിനെ നേരിടാനായി യുവ നേതാവ് വിക്രമാദിത്യ സിംഗിനെ തന്നെ കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നു. നിലവിൽ വിക്രമാദിത്യ സിംഗിന്റെ മാതാവ് ആണ് ഈ മണ്ഡലത്തിൽ, പ്രതിഭ സിംഗ് ആണ് ഈ മണ്ഡലത്തിലെ MP. എന്നാൽ കങ്കണ റണൌട്ടിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്ന സാഹചര്യത്തിൽ യുവ നേതാവിനെ തന്നെ മത്സരിക്കാൻ നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും വലിയൊരു പരിധിവരെ പരിഹാരം കാണാൻ ഇതിലൂടെ കഴിയും എന്നാണ് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഈ ആഴ്ച വിക്രമാദിത്യ സിംഗും പ്രതിഭ സിംഗും ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു സ്ഥാനാർത്ഥി എന്നുള്ളത് ചണ്ഡീഗഡിൽ സീറ്റിലാണ്. മുതിർന്ന നേതാവ് മനീഷ് തിവാരിയെയാണ് കോൺഗ്രസ് ചണ്ഡീഗഡിൽ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ചണ്ഡീഗഡിൽ ഈ തവണ ഇന്ത്യ സഖ്യമായി ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയോടെയാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് മുതിർന്ന നേതാവ് മനീഷ് തിവാരിയെ തന്നെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി സ്ഥാനാർത്ഥികൾ പറയുന്നത് എന്തെന്ന് നോക്കാം. വോട്ടോഗ്രാഫ്. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് വോട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. അടിസ്ഥാന വികസനത്തിൽ ഊന്നിയാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ജനങ്ങളുടെ ആവശ്യമറിഞ്ഞാകും വികസനം എന്നാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. കാർഷിക മേഖലയുടെ വികസനത്തിലാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെയും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെയും ശ്രദ്ധ. ജനങ്ങളുടെ അത്യാവശ്യമാണ്, നവീനമല്ല. ഓരോ പൂരത്തിനുമല്ലാതെ പൂരവും അതൊരു സാംസ്കാരിക തലസ്ഥാനമെന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഷോക്കേസ് ചെയ്യുന്ന ഒരു സെൻറ്ററും കൂടിയാണ്. റൗണ്ടിനെ തന്നെ ചുറ്റി ഒരു ഗാലറി മോഡിലുള്ള ഒരു അപ്പർ ടെറസ് ഇത് മനസ്സിലുള്ളതാണ്. അതൊക്കെ ഇങ്ങനെ നിന്ന് ഒരു ഇലക്ഷൻ പ്രചരണത്തിനിടയ്ക്ക് എന്ന് പറയാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡേറ്റ കളക്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ടൊരു ഡെവലപ്മെൻറ്റ് പ്ലാറ്റർ സെറ്റ് ചെയ്യും, അതിനകത്തെല്ലാം ഉണ്ടാവും. ആശയമല്ല, വാഗ്ദാനവുമല്ല, പ്രവർത്തനമാണ്. അത് വരും. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിയോജകമണ്ഡലത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർഷിക മേഖലയിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം. പല കാര്യങ്ങൾ, സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രം സഹായിച്ചേ മതിയാവും. കാരണം ഇനി ജനങ്ങൾ കൃഷിയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കിട്ടണം. ഇപ്പോൾ എല്ലാവരും റബ്ബറിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. റബ്ബറുണ്ട്, ശരിയാണ്. അതുപോലെ തന്നെയാണ് നെല്ലിനും മറ്റ് കാർഷികോൽപ്പന്നങ്ങൾക്കും താങ്ങുവില ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല മൊത്തത്തിൽ തകർച്ചയിലേക്ക് പോകും. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കോൾ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലെ വിഷയങ്ങൾ, അവിടുത്തെ നിരവധിയായ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ട് നിരവധി വിഷയങ്ങളുണ്ട്. തീരപ്രദേശത്തെ കടൽ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരവാസികൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ടൂറിസം, അതെല്ലാം ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തും. PVR സിനിമാസും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കം പരിഹരിച്ചു. നാളെ മുതൽ PVR സിനിമാസിന്റെ തിയേറ്ററുകളിൽ മലയാളം സിനിമകൾ പ്രദർശിപ്പിക്കും. വ്യവസായി MA യൂസഫ് അലിയുടെ മധ്യസ്ഥതയിൽ ഫെഫ്കയും PVR അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. പ്രൊജക്ട് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായുള്ള തർക്കമാണ് മലയാള സിനിമകൾ ബഹിഷ്കരിക്കാൻ PVR സിനിമാസിനെ പ്രേരിപ്പിച്ചത്. എന്നാൽ ഫെഫ്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കിയതോടെ PVR തീരുമാനം പിൻവലിച്ചു. മുന്നറിയിപ്പില്ലാതെയാണ് സിനിമകളുടെ പ്രദർശനം നിർത്തിയത്. ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള 150 PVR സ്ക്രീനുകളാണ് മലയാളം സിനിമയ്ക്ക് ബഹിഷ്കരണം ഏർപ്പെടുത്തിയത്. കരാർ ലംഘനങ്ങൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി സിനിമാ സംഘടനകൾ നടത്തിയ പോരാട്ടം മലയാള സിനിമയ്ക്ക് കരുത്തു പകരുന്നതാണ്. കോഴിക്കോടെയും എറണാകുളം ഫോറൻ മോളിലെയും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. 24 കൊച്ചി.
കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ വേനൽ മഴ. മുക്കത്തും വടകരയിലും വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടമുണ്ടായി. അഗസ്ത്യാമുഴിയിൽ വീടിന് മുകളിൽ തെങ്ങ് വീണ് ഒരാൾക്ക് പരുക്കേറ്റു. ഇരിക്കാലിക്കൽ തങ്കത്തിനാണ് പരുക്കേറ്റത്. അതേസമയം സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശാസ്ത്രീയ പരിശോധനയുമായി CBI. ഹോസ്റ്റൽ ഡോമെറ്ററിയിലെ ശുചിമുറിയിൽ മൃതദേഹം കണ്ട സാഹചര്യം ഡമ്മി ഉപയോഗിച്ച് പുനരാവിഷ്കരിച്ചു. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന ബന്ധുക്കളുടെ പരാതിയിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത്. പ്രധാന പ്രതികൾക്കായി CBI ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. CBI DIG ലവ്ലി കട്ടിയാറിന് നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം ഹോസ്റ്റലിലെത്തിയത് രാവിലെ 9:30 സംസ്ഥാന പോലീസിന് കീഴിലെ ഫോറൻസിക് ടീമും CBI വിദഗ്ധരും സംഘത്തിലുണ്ടായിരുന്നു. സിദ്ധാർത്ഥനെ മർദ്ദിച്ച ഹോസ്റ്റലിന്റെ നടുത്തളം 21 നമ്പർ മുറി എന്നിവിടങ്ങളിലും പരിശോധന നടത്തി. ഇതിനുശേഷമാണ് ഡോർമെറ്ററിയിലെ ശുചിമുറിയിൽ ശാസ്ത്രീയ പരിശോധന തുടങ്ങിയത്. ശുചിമുറിയിൽ ജനലിലാണ് അടിവസ്ത്രത്തിൽ സിദ്ധാർത്ഥനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഇവിടെ നിന്നും സംഘം തെളിവുകൾ ശേഖരിച്ചു. 11:30 മൃതദേഹത്തിന് സമാനമായ ഡമ്മി ഉപയോഗിച്ച് പരിശോധന തുടങ്ങിയത്. മൃതദേഹത്തിന്റെ ഭാരവും ഉയരവുമുള്ള ഡമ്മിയാണ് ഇതിനായി ഉപയോഗിച്ചത്. മരണം കൊലപാതകമാണെന്ന ആരോപണം ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. മൃതദേഹം ആദ്യമായി കണ്ട വിദ്യാർത്ഥികളോടുൾപ്പെടെ മൊഴിയെടുപ്പിന് ഹാജരാകാനുള്ള നിർദ്ദേശം CBI നൽകിയിട്ടുണ്ട്. കോളേജ് മുൻ ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ തുടങ്ങിയവരുടെ മൊഴിയും രേഖപ്പെടുത്തും. CBI SP-മാരായ AK ഉപാധ്യായ, സുന്ദർവേൽ എന്നിവർക്കൊപ്പം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന കൽപ്പറ്റ DYSP NK സജീവനും സംഘത്തിലുണ്ട്. ശാസ്ത്രീയ പരിശോധനയിലൂടെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ വ്യക്തത വരുത്താൻ CBIക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സംസ്ഥാനത്ത് വിവിധ വാഹനാപകടങ്ങളിൽ 4 മരണം. ഇടുക്കി രാജാക്കാട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ് 2 പേർക്ക് ദാരുണാന്ത്യം. മലപ്പുറം ചങ്ങരംകുളത്ത് കാർ അപകടത്തിൽ യുവാവ് മരിച്ചു. വയനാട്ടിലുണ്ടായ കാർ അപകടത്തിൽ മലപ്പുറം സ്വദേശിയായ അധ്യാപകൻ മരിച്ചു. കോഴിക്കോട് ചെറുവണ്ണൂരിൽ KSRTC സ്വിഫ്റ്റ് ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരുക്ക്. കോഴിക്കോട് മുടക്കല്ലൂരിൽ സ്വകാര്യ ബസ് തലയിലൂടെ കയറിയിറങ്ങിയ യുവാവിന് ദാരുണാന്ത്യം. രാവിലെ 9 മണിക്കാണ് ഇടുക്കി രാജാക്കാട് വട്ടക്കണിപ്പാറയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വാഹനം അപകടത്തിൽപ്പെട്ടത്. ശിവഗംഗ സ്വദേശിയായ റജീന, മകൾ 10 വയസ്സുകാരി സന എന്നിവർ അപകടത്തിൽ മരിച്ചു. തേക്കടി സന്ദർശിച്ച ശേഷം മൂന്നാറിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകട കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. 23 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരുക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കൽപ്പറ്റ പടിഞ്ഞാറേത്തറ റോഡിൽ ചെന്നലോടാണ് 6 അംഗ കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. മലപ്പുറം ചന്തപ്പടി സ്കൂളിലെ അധ്യാപകനായ KT ഗുൽസാറാണ് മരിച്ചത്. മലപ്പുറം ചങ്ങരംകുളത്തുണ്ടായ വാഹനാപകടത്തിൽ ആനക്കര സ്വദേശി ശ്രീരാഗ് മരിച്ചു. കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ KSRTC സ്വിഫ്റ്റ് ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 10 പേർക്ക് പരുക്കേറ്റു. കോഴിക്കോട് മുടക്കല്ലൂരിൽ സ്വകാര്യ ബസ് യുവാവിന്റെ തലയിലൂടെ കയറിയിറങ്ങി. പേരാമ്പ്രയിൽ കാറിടിച്ച് വഴിയാത്രികന് പരുക്കേറ്റു. പത്തനംതിട്ട മണ്ണാർക്കുളഞ്ഞിയിൽ നിയന്ത്രണം വിട്ട കാർ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് 2 പേർക്ക് പരുക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ഇടുക്കി. ഒമാനിലെ ഖസബിൽ ബോട്ട് അപകടത്തിൽ 2 മലയാളി കുട്ടികൾ മരിച്ചു. കോഴിക്കോട് പുള്ളാവൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച സ്പീഡ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 7 വയസ്സുള്ള ഹൈസം, 4 വയസ്സുള്ള ഹാമിസ് എന്നിവരാണ് മരിച്ചത്. മാതാപിതാക്കൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ജസ്ന തിരോധാനത്തിൽ CBIക്ക് പല കാര്യങ്ങളും കണ്ടെത്താനായിട്ടില്ലെന്ന് പിതാവ് ജെയിംസ് ജോസഫ്. ജസ്നയെ അപായപ്പെടുത്തിയെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നും തിരോധാനത്തിന്റെ ചുരുളുകൾ മുണ്ടക്കയത്ത് തന്നെയാണ് ഉള്ളതെന്നും ജെയിംസ് പറഞ്ഞു. ജസ്ന മുണ്ടക്കയം വിട്ടു പോയിട്ടില്ലെന്നാണ് പിതാവ് ജെയിംസ് ജോസഫ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. മകളെ ആരോ അപായപ്പെടുത്തിയതാണ്. വിദേശത്തേക്ക് പോകുന്നതിനുള്ള സാധ്യതയും ലവ് ജിഹാദ് എന്ന ആരോപണവും പിതാവ് തള്ളി. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കാണും, അപായപ്പെടുത്തി കാണും. എല്ലാം ലവ് ജിഹാദും മറ്റുള്ള ഒത്തിരി പേർ രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനത്തെ സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല, ഇന്നുമില്ല. അന്വേഷണത്തിൽ ലോക്കൽ പോലീസിനും CBIക്കും വീഴ്ചയുണ്ടായി. കേസ് അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന സാഹചര്യത്തിൽ താൻ നടത്തിയ സമാന്തര അന്വേഷണത്തിൽ മറ്റു പലതും കണ്ടെത്തിയെന്നും ജെയിംസ് ജോസഫ്. ഈ CBI അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയലുണ്ട്, എപ്പോഴും ഉണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു.
ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും. താൻ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ മാസം 19 തിരുവനന്തപുരം CJM കോടതിക്ക് കൈമാറുമെന്നും അതിനുശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും ജെയിംസ് ജോസഫ് പറഞ്ഞു. 24 പത്തനംതിട്ട. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ച് CPO റാങ്ക് ഹോൾഡേഴ്സ്. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്നലെ അർദ്ധരാത്രി അവസാനിച്ചതോടെയാണ് സമരം നിർത്തിയത്. സർക്കാർ നികൃഷ്ട ജീവികളോടെന്ന പോലെയാണ് പെരുമാറിയതെന്നും ഒരു ഘട്ടത്തിലും അനുകൂല മറുപടി ഉണ്ടായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. 61 ദിവസത്തെ സമര പരമ്പരയാണ് ഇന്ന് അവസാനിച്ചത്. സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പലതവണ കയറിയിറങ്ങിയിട്ടും എവിടെ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മുടെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഗവൺമെന്റിന് കണ്ണു തുറക്കാനുണ്ടെങ്കിൽ, കാഴ്ചകൾ കാണാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കണ്ണു തുറന്ന് നമ്മുടെ ഈ ഒരു വിഷയത്തെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം എന്നാണ് ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഇന്നലെ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപും ശക്തമായ സമരത്തിലായിരുന്നു ഉദ്യോഗാർത്ഥികൾ. പെരുമഴയത്ത് ശയനപ്രദക്ഷിണം നടത്തി. സമരം തുടങ്ങിയത് മുതൽ പുല്ലുതിന്നും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. ഒന്നും ഫലം കണ്ടില്ല. രണ്ടായിരത്തി 19 CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 68% ഉദ്യോഗാർത്ഥികൾക്കും നിയമനം ലഭിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഹർജിയിലാണ് ഇവരുടെ ഏക പ്രതീക്ഷ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം തുടരാനാണ് തീരുമാനം. സമരം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ പൊളിച്ചുമാറ്റി. 24 തിരുവനന്തപുരം. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.